ഞാനും കൂടി വലിയൊരു ഡൈനോ പാർക്ക് കൊടുക്കാൻ പോവാണ്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പാർക്ക്. ഇപ്പൊ നമ്മുടെ പാർക്കിലുള്ള ഗൈസ് ഒറ്റ മൃഗങ്ങൾ പോലില്ല. പക്ഷെ ഗൈസ് ഇവിടെ ഒരു കുഞ്ഞ് കേജിട്ട് ഒരു കുഞ്ഞ പല്ലിക്കുട്ടനുണ്ട്. കണ്ടോ, ഇവ നമുക്ക് ഒരു സെക്കൻഡിൽ $6 വെച്ച് തരും ഗൈസ്. അപ്പൊ നമ്മുടെ പാർക്ക് നമുക്ക് ഇതേപോലെ വലിയ പാർക്ക് ആക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു സ്മോൾ ബ്രോക്കൺ പെൻ ഉണ്ട്. ഓക്കെ, ഈ പെന്നാന്ന് തോന്നുന്നുണ്ട് ഗൈസ് ഇത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇവിടെ വെച്ചിട്ട് പിന്നെ ഗൈസ് നമ്മുടെ ഒരു ലിസാർഡ് ഒക്കെ ഉണ്ട്. ലിസാർഡ് എന്ന് വെച്ചാൽ ഇവനാട്ട ഗൈസ്. അപ്പൊ ഇവനെ നമുക്ക് ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഹാച്ച് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ഒരു ലക്കി ബ്ലോക്സ് ഉണ്ട്, ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ് ഇത് നമുക്ക് വെറൈറ്റി പെന്നുകൾ കിട്ടും. ലേസ് ഗൈസ് നമുക്കൊരു എപ്പിക് ജയന്റ് റിവർ പെന്ന് കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇത് കണ്ടോ, എന്ത് വലുതാ നോക്കിയേ. ലേസ് ഗോ. അപ്പൊ ഈ പെന്നിലുള്ള ഗൈസ് നമുക്ക് അത്യാവശ്യം വലിയ മൃഗങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന എനിക്ക് തോന്നണത്. എന്താണ് ഞാനേ ഞാനത് പല്ലിയല്ല, അതാണ് പല്ലി ഡിനോസർ. എനിക്കറിയാം എന്റെ അപ്പൊ നമ്മുടെ ലിസാർഡിന്റെ എഗ് ഇവിടെ ആയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മള് രണ്ടാമത്തെ ലിസാർഡിനെ അങ്ങനെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പോരാ ടോക്സി, എന്റെ പാർക്കിക്ക് വാ ടോക്സി, എന്റെ അടിപൊളി സാധനങ്ങളുണ്ട്. ഞാനേ കണ്ടോ, എന്റെ ഒരു വലിയൊരു ഡിനോസർ ഉണ്ട്. ഇതൊക്കെ ഏതാണ്? ഇതാണ് മുതലക്കുട്ടന്മാര്, ഇതാണ് ഡിനോസർ കുട്ടന്മാര്. പിന്നെ ഇത് നിന്റെ ഉള്ള പല്ലികള്, ഇത് വേറെ ഡിനോസർ കുട്ടന്മാര്. പിന്നെ ഇപ്പുറത്തായിട്ട് സീബ്ര. പിന്നെ ടോക്സി വേറെ സാധനം കാണിച്ചുതരാം. എവിടെ? കണ്ടോ, പാമ്പും കുട്ടികള്. എന്താണ് ഷിൻജാനെ ഇവന്മാരിങ്ങനെ ഒറ്റയ്ക്ക് മുക്കിയിലിട്ടത്? അത് ടോക്സി ഇവന്മാര് കൊത്തും ടോക്സി. ആണ് ഷിൻജാനെ? അത് ടോക്സി നീ ഇങ്ങനെ തിരിഞ്ഞിക്കണ നിന്നെ മൂട്ടിൽ കൊത്തും. അയ്യോ എടാ ഷിൻജാൻ, ഇങ്ങനത്തെയുള്ള മൃഗങ്ങളൊക്കെയാണ് നീ വളർത്തണേ. എങ്ങനെ ടോക്സി ഇവന്റെ പല്ല് നാക്ക് നോക്കി നല്ല ഭംഗിയിലെ കാണാൻ. പക്ഷെ ടോക്സി ഇതൊന്നല്ല എന്റെ ലക്ഷ്യം. എനിക്ക് ഇവിടെ ഒരു വലിയൊരു കേജ് വാങ്ങിയിട്ട് ഒരു വലിയൊരു ടീറക്സിനെ വളർത്തണം. അതാണ് എന്റെ ആഗ്രഹം. എന്ത് ടീറക്സോ? അത് ടോക്സി ടീറക്സ്. ടീറക്സ് ഒക്കെ ഇവിടെ ഉണ്ടോ ഷിൻജാനെ? ഉണ്ട് ടോക്സി ഉണ്ട്. ഗൈസ് അത് കണ്ടോ, ഇവന്റെ ബേസിൽ എന്തൊക്കെയോ മൃഗങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ ടോക്സി കണ്ടു, നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? ഷിൻജാനെ ബാ. ടോക്സി എന്താണ് ടോക്സി നോക്കിയേ, ഇവന്റെ ടീറക്സ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഇതിനാണ് ടോക്സി എനിക്ക് വേണ്ടത്. എനിക്കിനെ ഭയങ്കര ഇഷ്ടാ. ഹലോ ടീറക്സ് കുട്ടാ, ടോക്സി അവനെ കടിക്കാൻ വരുന്നേ. എടാ ഷിൻജാനെ, ടീറക്സിന്റെ ഒന്നും അടുത്തേക്ക് പോവല്ലേ, നിന്നെ കടിച്ച് പറിച്ചെടുക്കും. ടോക്സി ഞാനത് മറന്നുപോയി. ടോക്സി ഇതേതാണ്, ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടായി ടോക്സി. എടാ ഷിൻജാനെ ഇങ്ങോട്ട് നോക്കിയേ. എവിടെ? ടോക്സി ഇതേതാണ് കഴുത്ത നീണ്ട ഡിനോസർ. ഇവനൊക്കെ എനിക്ക് മേടിക്കണം ടോക്സി, ഞാനവൻ മേടിക്കാൻ പോവാ. ബൈ ടോക്സി. ഷിൻജാനെ, അപ്പൊ ഗൈസ് നമുക്കുണ്ടല്ലോ, നമുക്കിവിടെ ഗൈസ് ഇവിടെ ആരാണ് വഴിയിൽ പൈസ ഇട്ടുണ്ട് പോയിക്കണത്? എനിക്ക് തോന്നുന്നില്ല ഗൈസ്, നമ്മുടെ പാർക്ക് വിസിറ്റ് ചെയ്യാൻ കുറെ ആൾക്കാർ വരുന്ന എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് കണ്ടു, അവിടെ ഒരു വണ്ടി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഈ വണ്ടിയിലാണ് നമ്മുടെ പാർക്ക് കാണാനായിട്ട് ആൾക്കാർ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് നമ്മുടെ ലിസാർഡ് കുട്ടന്മാരെ പൈസ കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ജയിന്റ് പെന്നിക്ക് എന്തെങ്കിലും വെറൈറ്റി ഡൈനോസർക്ക് മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ജയിന്റ് പെൻ ഞാൻ വിട്ടിട്ടുണ്ട്. ഗൈസ് ഇതിലുണ്ടല്ലോ 4 ഡൈനോസിന് ഇടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ആനിമൽസിന് മേടിക്കാൻ നോക്കട്ടെ. കണ്ടോ ഗൈസ്, ലിസാർഡ് ഇപ്പൊ നമ്മുടെ ഉള്ളത്. അതേപോലെ ഡിലോഫോസോറസ്, സ്നേക്ക്, ക്രൊക്കോഡിൽ, സീബ്ര. അപ്പൊ ഏറ്റവും അവസാനം ഏതാ നോക്കട്ടെ. ഗൈസ് കിഡ്സുനി. ഇവന്റെ വില കണ്ട ഗൈസ് $50 ട്രില്യൺ ആണ്. ഊന്നോ, അപ്പൊ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഗൈസ് ഇവിടെ സ്പൈനോസോറസ് ഉണ്ട്, ടീറക്സ് ഉണ്ട്. ടീറക്സിന് 200 മില്യൺ ആണ് ഗൈസ്. ഇവനെ ചിലപ്പോ നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യമുള്ള ഗൈസ്, ആദ്യം ഞാൻ ഇമ്മടയിൽ ഇപ്പൊ $5K ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താണ് മേടിക്കാൻ പറ്റുന്നത്? ക്രൊക്കോഡിലിനെ മേടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിന് മേടിക്കണ്ട ഗൈസ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഡിലോഫോസോറസ്. ഓക്കെ, ഡിലോഫോസോറസിന് ഞാനൊരു 4 ഇല്ല ഗൈസ് 3 മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, ഇപ്പൊ ഞാൻ ഇതിൽ 3 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്കൊരു നോർമൽ പെന്നും കൂടി മേടിച്ചേക്കാം. ഓക്കെ, വൈഡ് ബ്രോക്കൺ പെൻ. ഓക്കെ, ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കി പൈസക്ക് സ്നേക്കിന് മേടിച്ചേക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ ഡിലോഫോസോറസിന്റെ 3 എഗ് നമുക്ക് നമ്മുടെ പാർക്കിൽ കൊണ്ട് ഹാച്ച് ചെയ്യണം ഗൈസ്. അപ്പൊ നമ്മുടെ ഡൈനോ പാർക്ക് ഇത്രയും വലിയ പാർക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. പിന്നെ ഗൈസ് സബ്ബേദാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്ബേദാക്കട്ടെ ഗൈസ്. സബ്ബേദാരും പോവല്ലേ. അങ്ങനെ നമ്മള് നമ്മുടെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ ഡിലോഫോസോറസിന്റെ എഗ് ഞാൻ ഇവിടെ വെക്കാൻ പോവാണ്. ഓക്കെ, 1 ഇവിടെ വെച്ചിട്ടുണ്ട്, 2 വെച്ചിട്ടുണ്ട്, 3 വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടകളൊക്കെ ഇപ്പൊ ഹാച്ച് ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് ഗൈസ് നമ്മുടെ ഒരു വൈഡ് ആയിട്ടുള്ള ബ്രോക്കൺ കേജ് ഉണ്ട്. ഇത് നമുക്ക് എന്തായാലും ഇവിടെ ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ പാമ്പുകുട്ടന്മാരെ ഇട്ടേക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മുടെ ഡിലോഫോസോറസ് യെസ് ഗൈസ് 3 എഗ്ഗുകൾ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്ന് ഹാച്ച് ചെയ്യാൻ പോവാണ്. 1
2 3 ലേസ് ഗൈസ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡിനോസർ കുട്ടന്മാർ ഇവിടെ ഹാച്ച് ആയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഈ മരുന്ന് നമുക്കുള്ള ഗൈസ് ഒരു സെക്കൻഡില് $18 വെച്ച് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കുള്ള ഗൈസ് ഒരാളും കൂടി മേടിച്ചിടണം, എന്നാലാണ് ഇവര് ഫാമിലി ആയിട്ട് ഇങ്ങനെ നിക്കുള്ളൂ. അത് ശരിയാണ്, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാ. അല്ലട ശരിയാനല്ല, ഇതെനിക്ക് ലക്കി ബ്ലോക്സ് പറഞ്ഞപ്പോ കിട്ടിയതാ. അങ്ങനെ പറയ്. ഞാനൊരു വെറൈറ്റി ഒരു പുലിനെ മേടിച്ചു. എന്ത് പുലിയോ? അതെ ടോക്സി, അതെ. ഞാൻ കാണിച്ചുതരാം, അവൻ നമുക്ക് കുറെ പൈസ തരും. ഓക്കേ ഗൈസ്, അപ്പൊ ഇവിടെ കുറെ പൈസകളുണ്ട്. ഇത് മൊത്തം ഞാനൊന്ന് കളക്ട് ചെയ്തിട്ട് ഗൈസ്. ഞാനിത് ഇപ്പൊ വരാം. കണ്ടോ പുലിക്കുട്ടെ, ഇവൻ നമുക്ക് ഒരു സെക്കൻഡില് $350 വെച്ച് തരും. ഷിഞ്ചാനെ ഇവനൊന്ന് മേടിച്ചോ, ഇവനുള്ളത് നല്ലതാ. ഷിഞ്ചാനെ. ഓക്കേ ഗൈസ്, അപ്പൊ നമുക്കും വേഗം തന്നെ പുലിക്കുട്ടിനെ മേടിക്കണം. ഈ പുലിക്കുട്ടിന് എത്ര ഡോളറാന്ന് നോക്കട്ടെ ഗൈസ്, ഞാൻ ആദ്യം തന്നെ. ഓക്കേ ലെസ്കോ. ഇവിടെ പുലിക്കുട്ടി എവിടെയാണ് ഗൈസ്? ഗൈസ് ടൈഗർ. ഗൈസ് ഇതിന് $60 ആണല്ലോ. ഇവനെ നമുക്ക് ഇപ്പൊ മേടിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഇപ്പൊ മേടിക്കാൻ പറ്റുന്നത് ഈ ക്രൊക്കോഡിൽ അല്ലെങ്കിൽ സീബ്ര തന്നെയാണ്. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ പാർക്കിൽ പോയിട്ട് കുറച്ച് ഗൈസ് നമ്മുടെ എഗ് ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ സ്നേക്കിനെ അങ്ങനെ ഹാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും വെറൈറ്റി ആനിമലെ മേടിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. കണ്ടോ ഗൈസ്, ഇപ്പൊ നമ്മുടെ $20 ആയിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് വണ്ടി പൂട്ടാ ഗൈസ്. അപ്പൊ ഇവന്മാര് നമുക്ക് പൈസ ഒക്കെ ഇങ്ങനെ ഇട്ട് തരും കണ്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇവിടെ പോയിട്ട് ഏതെങ്കിലും വെറൈറ്റി ആനിമൽസിന് മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് നമുക്ക് ഗലിമംസിനെ മേടിക്കാൻ പറ്റും, പക്ഷെ അത് നമുക്ക് $25 വേണ്ട ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഗലിമംസിനെ മേടിക്കാം, അതാണ് നല്ലത്. അപ്പൊ ഇനി നമുക്കൊരു പെന്നാണ് മേടിക്കേണ്ടത്. നമ്മൾ സ്മോളും മേടിച്ചു, വൈഡും മേടിച്ചു. ഇനി നമുക്ക് ബിഗ് ആണ് മേടിക്കാനുള്ളത്. ഗൈസ് ഇവിടെ വെറൈറ്റി പെന്നിന് ഡോളേഴ്സ് കൂടുതൽ കിട്ടും കണ്ടോ. ഈ ബിഗിന് 15 കിട്ടും. അതേപോലെ തന്നെ ഈ റയർ ഉള്ള ഗൈസ് ഇത് 40% കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ബിഗ് അങ്ങനെ മേടിക്കാൻ പോവാണ്. ഓക്കെ, ബിഗ് ഞാനൊരു ഒരെണ്ണം മേടിച്ചാൽ മതി ഗൈസ്. ഇപ്പൊ നമുക്ക് ഒരെണ്ണം മേടിച്ചാൽ മതി. പിന്നെ നമുക്കൊരു ഡിലോഫോസോറസിന്റെ കൂടി മേടിക്കണം. ലേസ്കു ഗൈസ്, അങ്ങനെ ഞാൻ അത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഡിലോഫോസോറസിന്റെ ഒക്കെ നമുക്ക് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബിഗ് ഫാം നമുക്ക് ഇപ്പുറത്തായിട്ട് സെറ്റ് ചെയ്യണം ഗൈസ്, അതാണ് നല്ലത്. ഓക്കെ, ബിഗ് ഫാം ഞാൻ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇതിലാണ് നമ്മുടെ ഗലിമംസിന് നമ്മൾ ഇടാൻ പോണത്. അപ്പൊ ഞാൻ ഇതിൽ കുറച്ചൊന്ന് പൈസ കളക്ട് ചെയ്തിട്ടാ ഗൈസ്. നമുക്ക് $25 വേണം, എന്നാലാണ് നമുക്ക് ഗലിമംസിന് മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഡിലോഫോസോറസിന്റെ എഗ് ഞാൻ അങ്ങനെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ $30 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇനി നമുക്ക് പോയി ഗലിമംസിനെ മേടിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഗലിമംസ് ഞാൻ ഒരാളങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ക്രൊക്കോഡിലും കൂടി മേടിച്ചേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്നിട്ടുള്ള ഗൈസ് ഈ ക്രൊക്കോഡിലിന്റെ എഗ് നമുക്ക് ഇവന്റെ കൂട്ടിയിട്ടേക്കാം, ഈ പാമ്പുകുട്ടനെ കൂട്ടിയിട്ടേക്കാം. അതേപോലെ നമ്മുടെ ഗലിമംസിന്റെ എഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഗലിമംസിന്റെ എഗ് വരാനായിട്ട് ഏകദേശം 1 മിനിറ്റ് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അപ്പൊ അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഇവിടെ കണ്ടോ, ഇവിടെ എന്തോ ഒരു പൈസയാണ് വീണ് കിടക്കുന്നത് നോക്കിയേ. അപ്പൊ അതൊന്നും പോയി ഞാൻ കളക്ട് ചെയ്തിട്ട് ഗൈസ്. എനിക്ക് ഈ പൈസ ഒന്നും പോരാ, എനിക്ക് കുറെ പൈസ തരോ. ഒന്ന് പോയടെ ചെക്കടന്ന്, ഇത്ര വൃത്തികെട്ട തൂലുകൊണ്ടിട്ട് നിനക്ക് പൈസ വേണല്ലേ? എന്താണ് ഞാൻ ഇവിടെ പുലിയോട് സംസാരിക്കണേ? അതൊന്നുമില്ല ടോക്സി, ഇവര് ഞാൻ ഫുഡ് കൊടുക്കായിരുന്നു. എന്താടാ കള്ള നീ പറഞ്ഞേ? എന്താണ് ചിഞ്ഞാനെ? ഒന്നുമില്ല ടോക്സി. അല്ല ടോക്സി, നീ എന്തിനാ വന്നേ? എടാ ചിഞ്ഞാനെ, ഞാൻ ഗലിമംസ് പറഞ്ഞ ഒരു ഡിനോസറിനെ മേടിച്ചു. ദാ ഇവനെയാണ് ഞാൻ മേടിച്ചത്. ടോക്സി ഇവൻ അടിപൊളിയാണ്, ഇവൻ കുറെ പൈസ തരും. പക്ഷെ പുലിക്കുട്ടിന്റെ അത്ര ഇല്ല ടോക്സി. ഗൈസ് ഷിൻചാന്റെ കണ്ട ഗൈസ് മുതലുണ്ട്, സീബ്ര ഉണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ സീബ്ര തന്നെയാണ് മേടിക്കേണ്ടത്. അത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ പുലിക്കുട്ടിനെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ പാർക്കിൽ പോയിട്ട് പൈസ ഒക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഗൈസ് നമ്മുടെ മുതലക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവൻ ഞാൻ അങ്ങനെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗലിമംസ് ഞാൻ ഹാച്ച് ചെയ്തിട്ടുണ്ട്. ഗൈസ് കണ്ടോ, ഗലിമംസ് നമുക്ക് $138 വെച്ചൊരു ഒരു സെക്കൻഡില്. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനുള്ള ഗൈസ് ഇവന്മാരത് കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഗലിമംസിനും പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ നോക്കട്ടെ. അങ്ങനെ എല്ലാ പൈസ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ $59 ഉണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ ഡൈനോ പെനിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ല ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആനിമലിനെ മേടിച്ചേക്കാം. അപ്പൊ ഇനി നമുക്ക് മേടിക്കേണ്ടത് ഈ സീബ്രനെ വേണ്ട ഗൈസ്, സീബ്രനെ മേടിക്കേണ്ടത് നമുക്ക് ടൈഗറിനെ മേടിക്കാൻ നമുക്ക് വരും. ഗൈസ് നമുക്ക് ഇപ്പൊ ടൈഗറിനെ മേടിക്കാൻ പറ്റും. പക്ഷെ ഗൈസ് ഇപ്പൊ നമ്മുടെ $59 ഉള്ളൂ. നമുക്കൊരു $200 കൂടി നമുക്ക് അവന് മേടിക്കാൻ പറ്റും. പക്ഷെ ഗൈസ് ഇപ്പൊ ഞാനും മേടിക്കില്ല. ഞാൻ എന്തായാലും ഒരു ഗലിമംസിനെയും അതേപോലെ എന്റെ 2 സീബ്രനെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. സീബ്രനെ ഇടാനായിട്ട് നമുക്ക് 2 പെൻ മേടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ബിഗ് ബ്രോക്കൺ പെൻ അങ്ങനെ മേടിച്ചേക്കാം. ഓക്കെ, എന്നാലും നമ്മുടെ $10 ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സീബ്രനും കൂടി മേടിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ 3 സീബ്രനെ അതുപോലെ തന്നെ ഒരു ഗലിമംസിന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ ഗലിമംസിന് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. അതേപോലെ തന്നെ നമ്മുടെ പുതിയ പെനുള്ള ഗൈസ് അത് ഞാൻ ഇവിടെ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ 3 സീബ്രനെ ഞാൻ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഈ സീബ്ര കുട്ടന്മാരെ ഹാച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗൈസ് നമുക്ക് ഒത്തിരി പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗൈസ് നമുക്ക് ഇതേപോലത്തെ പെന്നാണ് മേടിക്കേണ്ടത്. ഇത് കാണാൻ നല്ല
ഭംഗിയില്ലേ ഗൈസ് കണ്ടോ. പക്ഷെ അതേപോലെ നമുക്ക് മേടിക്കാൻ പറ്റൂടാ ഗൈസ്. പക്ഷെ അതിന് നല്ല പൈസയാണ്. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ സീബ്ര ഒന്ന് ഹാച്ച് ആവണം നോക്കിയിരിക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മുടെ എല്ലാ മുട്ടകളും ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൈസ് ഈ സീബ്രയുടെ 3 എഗ് ഒന്ന് ആദ്യം വിരിക്കട്ടെ ഗൈസ്. അങ്ങനെ 3 സീബ്രകളെ ഞങ്ങൾ ഹാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മരം നമുക്കുള്ള ഗൈസ് $92 വെച്ച് തരും. അടുത്ത ഞാൻ നമ്മുടെ ഗെല്ലി മംസിനെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. യോ ഗൈസ് കണ്ടോ, ഇപ്പൊ നമ്മുടെ $68K ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് പുലിനെ മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് 60K ആണ് പുലിക്ക്. അപ്പൊ ഞാൻ എന്താ ഗൈസ് വേഗം പോയിട്ടാ പുലിനെ മേടിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ടൈഗറിനെ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തുള്ള ഗൈസ് ഗോറിലയാണ്. ഇത് നമുക്ക് $300K വേണം. അപ്പൊ നമുക്ക് പുലിക്ക് ഒരു പെന്നും കൂടി മേടിച്ചേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് സ്മോൾ വുഡൻ പെന്ന്. ഓക്കെ, ഈ പെന്ന് നമുക്ക് 20% എക്സ്ട്രാ ക്യാഷ് വരും. അപ്പൊ ഞാൻ അതങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വുഡൻ പെന്ന് നമുക്ക് എന്തായാലും ഇവിടെ ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ പുലിക്കുട്ടനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. പക്ഷെ പുലിക്കുട്ടൻ ആവാനായിട്ട് ഏകദേശം 3 മിനിറ്റ് എടുക്കും ഗൈസ്. ഓ നോ. അപ്പൊ ഗൈസ് ടീറക്സ് ഒക്കെ ആവാനായിട്ട് നല്ല ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് ഇഡിലോഫസോറസിനെ നമുക്ക് മാറ്റിയിട്ട് ഇവിടെ മൊത്തം നമുക്ക് പുലിക്കുട്ടന്മാരാക്കിയല്ല ഗൈസ്. അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇവനൊന്ന് ഹാച്ച് ആവട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പുലിക്കുട്ടൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇവനെ ഹാച്ച് ചെയ്യാൻ പോവാണ്. യോ ഗൈസ്, അങ്ങനെ നമ്മൾ പുലിക്കുട്ടൻ ഹാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇവൻ നമുക്ക് $300 വെച്ച് സെക്കൻഡ് തരും. പിന്നെ ഗൈസ് നമ്മുടെ ഗെലി മംസിനെ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെയുള്ള ഇഡിലോഫസോറസ് ഞാൻ അപ്പുറത്താക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവന്മാരുള്ള ഗൈസ് ഗെലി മംസ് നമുക്ക് നല്ല പൈസ തരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എഗ് കൂടി മേടിച്ചോടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് എന്തിച്ചാണ് അടുത്ത് മേടിക്കാൻ പറ്റാൻ നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഗൈസ് അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും നല്ല മൃഗങ്ങളെ മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. യോ ഗൈസ്, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത നമുക്ക് മേടിക്കേണ്ടത് ഈ ഗോറിലേനെയാണ്. ഇവനെ മേടിക്കേണ്ടത് നമുക്ക് $300K വേണം. ഞാൻ പുലിനെ മേടിച്ചു. അയ്യശി, ഞാൻ ഇതൊക്കെ എന്റെ ഗെലിമൊക്കെ എവിടെ ഞാൻ ഗോറിലേനെ മേടിച്ചോല്ലേ. ഇനിയിപ്പൊ ഞാൻ ടീറക്സിനെ മേടിക്കാൻ പോവാ. എന്റെ അത്ര പൈസ ഉണ്ട്. കണ്ടോ ഗൈസ്, ഷിൻചാൻ കുഞ്ഞു കൂട്ടിലാണ് ഈ 3 പുല്ലിട്ടേക്കണത്. അവന്മാർക്ക് അതാണ് ഇഷ്ടം. അവന്മാർ എന്നോട് പറഞ്ഞു അതാ ഇഷ്ടം എന്നുള്ളത്. എന്തിനാടാ മോനെ നീ ഇങ്ങനെ കള്ളം പറയണേ? എന്നോട് മിണ്ടാണ്ടിരിക്കാനോ? അയ്യോ, പുലി കടിക്കല്ലേ. എന്താണ് ഷിൻചാൻ, നിനക്ക് എന്ത് പറ്റി? ഒന്നും ടൈക്സി, ഞാനും പുലും കൂടിയും കണ്ണുപുത്തി കളി കളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പാർക്കിൽ പോയിട്ട് ഈ ബിഗ് വുഡൻ പെന്ന് നമുക്ക് വെച്ചേക്കാം. ഇത് നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് ഇവിടെ ഇട്ട് വെച്ചേക്കാം. ലെറ്റ്സ് ഗൈസ്, അങ്ങനെ ഇത് ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ഗൈസ് നമുക്ക് ഇനി ഗോറിലേനെ ഇടേണ്ടത്. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടത്തെ നമ്മുടെ ഗെലി മംസിന്റെ എഗ് ഇങ്ങനെ ആയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ പെൻ അങ്ങനെ ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കുള്ള ഗൈസ് 4 ഗെലി മംസ് ഉള്ള കാരണം നമുക്ക് ഒത്തിരി പൈസ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, നമുക്ക് ഒത്തിരി പൈസ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടത്തെ ഉള്ള എല്ലാ പൈസയും കളക്ട് ചെയ്തിട്ട് നമ്മുടെ എത്ര $1 ആവും നോക്കട്ടെ ഗൈസ്. കണ്ട ഗൈസ്, ഇപ്പൊ നമ്മുടെ $321K ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഗോറിലേനെ മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഞാൻ പോയിട്ട് ആ ഗോറിലേനെ മേടിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ആദ്യത്തെ ഗോറിലേനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ഗോറിലേനെ മുട്ട. അപ്പൊ ഞാൻ എന്തായാലും ഇത് എടുത്തിട്ട് നമുക്ക് ഈ പെന്നിലായിട്ട് വെച്ചേക്കാം. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് 2 ഗോറിലേനും കൂടി മേടിച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് ഒത്തിരി പൈസ കിട്ടിയിട്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ഗോറിലേനെ കൂടെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഹാച്ച് ചെയ്യണേക്കാൾ മുമ്പ് ഞാൻ ഒരു ഗോറിലേനെ കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അങ്ങനെ ഗോറിലേനെ അങ്ങനെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കുള്ള ഗൈസ് ഒരു സെക്കൻഡ് $700 വെച്ച് തരും. ലെറ്റ്സ് ഗോ. അപ്പൊ അടുത്ത നമുക്കുള്ള ഗൈസ് ഒരു ഡിനോസറിനെയാണ് മേടിക്കേണ്ടത്. നമ്മുടെ ട്രൈക്കിലെ ഗൈസ് അവനെ. പക്ഷെ അവനുള്ള ഗൈസ് ഏകദേശം $1 മില്യൺ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഈ പൈസ ഒന്ന് പോരാട്ടെ ഗൈസ്. ഞാൻ അതിൽ കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളൊരു ഡിനോസറിന്റെ ഒരു മുട്ട മേടിച്ചിട്ടുണ്ട്. വേറെ ഗൈസ് നമ്മുടെ ട്രൈക്ക് ഉണ്ടല്ലോ, കണ്ടോ ആ എഗ് ഉണ്ടല്ലോ ഗൈസ്. ഇപ്പൊ വരുന്ന എനിക്ക് തോന്നുന്നത്. ഒന്നല്ല ഗൈസ്, നമ്മള് 2 എഗ് മേടിച്ചിട്ടുണ്ട്. കണ്ടോ. പിന്നെ അത് മാത്രല്ല ഗൈസ്, നമ്മുടെ ഗോറിലേനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ കാനുള്ള ഗൈസ് നമ്മുടെ ഈ കേജ് ഉണ്ടല്ലോ, ഈ കേജ് നമുക്ക് 80% എക്സ്ട്രാ മണി തരും. അതുകൊണ്ടാണ് ഞാൻ ഗോറിലേനെ ഇങ്ങോട്ട് മാറ്റിയത്. പിന്നെ നമ്മുടെ പുലിക്കുട്ടന്മാരെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഈ കേസ് നമുക്ക് 60% തരും. അതുകൊണ്ട് തന്നെയുള്ള ഗൈസ് ഇവന്മാരെ നമുക്ക് ഒത്തിരി പൈസ തരും. കണ്ടോ. പിന്നെ ഗൈസ് ഞാനൊരു ഗോറിലേനെ ഒരു മ്യൂട്ടേഷൻ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് നമ്മുടെ ഗോറിലയുടെ മ്യൂട്ടേഷൻ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു വെറൈറ്റി മ്യൂട്ടേഷൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ഇവൻ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഗൈസ് കണ്ടോ, സെലസ്റ്റിയൽ മ്യൂട്ടേഷൻ. അപ്പൊ ഇവൻ നമുക്ക് എത്ര വെച്ച് തരും എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും നമ്മുടെ കേജിൽ ഒന്ന് കൊണ്ട് ഇട്ടോക്കട്ടെ. ഗൈസ് നമുക്ക് ഇവിടെ ഇടാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ഗോറിലേനെ എടുത്തിട്ട് മ്യൂട്ടേഷൻ കിട്ടിയ ഗോറിലേനെ ഇവിടെ ഇട്ടേക്കാം. ഗൈസ് കണ്ടോ ഗൈസ്, ഇവ നമുക്ക് 1.2K വെച്ച് സെക്കൻഡിൽ തരും. അപ്പൊ നമുക്ക് മ്യൂട്ടേഷൻ കൊടുക്കണത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഗോറില്ല ഗൈസ്, ഇവനും കൂടി നമുക്കൊന്ന് മ്യൂട്ടേഷൻ കൊടുത്തേക്കാം. ഗൈസ് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവനും കൂടി മ്യൂട്ടേഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ 500K കൊടുത്ത് ഞാൻ ഇവനും മ്യൂട്ടേഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഗൈസ് ഇവന്മാര് മ്യൂട്ടേഷൻ അവനായിട്ട് ഏകദേശം 5 മിനിറ്റ് എടുക്കട്ടെ ഗൈസ്. അതാണ്
അതാണ് പ്രശ്നം. അപ്പക്ക് ഞാൻ നമ്മുടെ ആ ഡിനോസറിന്റെ എഗ് എന്തായി നോക്കട്ടെ. ഗൈസ് ഇതങ്ങനെ ആയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. യോ ഗൈസ് കണ്ടോ, അങ്ങനെ നമ്മുടെ ഒരു ട്രൈക്ക് ഡിനോസർ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ ട്രൈക്ക് ഡിനോസറിനാണ് മേടിക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഒത്തിരി പൈസ കിട്ടൂട്ടോ ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഗോറിയൽ ഇവിടെ മ്യൂട്ടേഷൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നമ്മുടെ ഗോറിയൽ ഒന്ന് എടുത്തു നോക്കാം. ഗൈസ് നമുക്ക് ഏത് മ്യൂട്ടേഷൻ കിട്ടാൻ നോക്കാം. ഗൈസ് നമുക്ക് ഷൈനി മ്യൂട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. ഞാൻ എന്തായാലും ഇവനൊന്ന് കൊണ്ട് നമ്മുടെ ബേസിൽ എടുത്തേ. ഒന്നുമില്ല ശിഞ്ചാനെ, ഞാൻ എന്റെ ഗോറിയലിന് മ്യൂട്ടേഷൻ കൊടുക്കാൻ വന്നായിരുന്നു. കിട്ടിയോ? ആടെ ശിഞ്ചാനെ കണ്ടു ഷൈനി മ്യൂട്ടേഷൻ. ഞാനൊരു ആനയുടെ മുട്ട മേടിച്ചു. എന്ത് ശിഞ്ചാനെ, ആനമുട്ട മേടിക്കണോ നീ സ്കൂളിൽ പോണത്? ഓ എന്റെ ടോക്സി അങ്ങനെയല്ല, ഞാനൊരു ആനയുടെ മുട്ട മേടിച്ചു. ഒന്നല്ല രണ്ട്. എന്ത് കാണിച്ചരാ. ശിഞ്ചാൻ ആനര മുട്ട മേടിച്ചു എന്നാണ് തോന്നുന്നത്. കണ്ടു, രണ്ട് എലിഫന്റ് ഇവന്മാരെ ഹാച്ച് ചെയ്ത് കഴിഞ്ഞാ ഞാൻ ഇവന്മാരെ കൊണ്ട് പൂരത്തിന് പോകും. പിന്നെ ടോക്സി ഇത് നോക്കിയേ, എന്റെ 3 വലിയ ഡിനോസറായി. കണ്ടോ, ചിഞ്ചാന്റെ 3 വലിയ ഡിനോസറും അതേപോലെ തന്നെ ഇവൻ ഒരു മുട്ട ഇവിടെ ഹാച്ച് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പാർക്കിൽ പോയിട്ട് നമുക്ക് പൈസ മൊത്തം കളക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി ഡൈനോനെ മേടിക്കാൻ പറ്റുമോ നോക്കാം. കണ്ടു, ഇപ്പൊ നമ്മുടെ 3.73 മില്യൺ ഡോളർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഏതെങ്കിലും വെറൈറ്റി ഡൈനോനെ മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഞാൻ എലിഫന്റിനെ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. കണ്ടോ, ചിഞ്ചാന്റെ എലിഫന്റിന് ഞാനും മേടിച്ചിട്ടുണ്ട്. നീയും മേടിച്ചല്ലേ ആനമുട്ട? എന്തിനാണ് ടോക്സി നീ പഠിക്കാൻ പോണേ? എടാ ഷിഞ്ചാനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ ആനേനെ ഇടാനായിട്ട് ഒരു കേജ് മേടിക്കണം. ഞാൻ എന്തായാലും ഉള്ള ഗൈസ് 500 കേര ഈ കേജ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കേജ് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ ഈ കേജ് ഞാൻ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. നീ ആനയുടെ മുട്ട ഇവിടെ വെക്കാൻ പോണത്? ദാശി ഞാൻ ഇവിടെയാണ് വെക്കാൻ പോണത്. ഇവിടെയാണ് വെക്കണത്? ടോക്സി കുറച്ചുകൂടി നല്ല സ്ഥലം മേടിക്ക്. അങ്ങനെ നമുക്ക് കുറെ പൈസ കിട്ടും. ആണോ ഷിഞ്ചാനെ? അതെ ടോക്സി, ഒത്തിരി പൈസ. അപ്പൊ ഗൈസ് നമുക്ക് ഈ ആനയുടെ മുട്ട നമുക്ക് അടുത്ത പാർട്ടിൽ ഹാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് 2 വലിയ ആനമുട്ട വിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും പാർട്ട് 2 കമന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.